കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക് എന്ന ആപ്തവാക്യവുമായി ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മ നിലവിൽ വന്നു, കുടുംബശ്രീ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം മുഖ്യ ചുമതലയായി ഏറ്റെടുത്ത് കുടുംബശ്രീ മിഷൻ ആരംഭിക്കുമ്പോൾ അടിസ്ഥാന ഘടകം അയൽക്കൂട്ടങ്ങളായിരുന്നു. 18 വയസ്സ് പൂർത്തിയായ 10 മുതൽ 20 വരെ അംഗങ്ങളുള്ള അയൽക്കൂട്ടങ്ങളാണ് രൂപീകരിച്ചത്. വാർഡ് തലത്തിൽ ADS, പഞ്ചായത്ത് തലത്തിൽ CDS എന്നിങ്ങനെ 3 തലത്തിലാണ് പ്രവർത്തനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ രൂപീകരിക്കുന്ന സാമൂഹ്യാധിഷ്ഠിത സംഘടനാ സംവിധാനത്തിലൂടെയാണ് പദ്ധതികൾ നടപ്പാക്കുന്നത്. കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ വ്യത്യസ്ത രൂപങ്ങളിൽ സാമ്പത്തികമായും സാംസ്കാരികമായും സാമൂഹികമായും ഒരുപാട് മുന്നേറിക്കഴിഞ്ഞു. ഈ മുന്നേറ്റത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് പുനലൂർ നഗരസഭയിലെ CDS. നമുക്ക് അയൽക്കൂട്ടം എന്ന് പറയുന്ന സംഘടനാ സംവിധാനത്തിൽ 10 മുതൽ 20 വരെ അംഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് ഒരു അയൽക്കൂട്ട ഗ്രൂപ്പ് നമ്മൾ രൂപീകരിക്കുന്നത്. അയൽക്കൂട്ട ഗ്രൂപ്പ് രൂപീകരിച്ച് കഴിഞ്ഞാൽ അവരിൽ നിന്ന് തന്നെ ഒരു സമ്പാദ്യം അവർക്ക് കയ്യിൽ, സ്ത്രീകളുടെ കയ്യിൽ മിച്ചം വരുന്ന നിശ്ചിത തുക, ഏറ്റവും കുറഞ്ഞ തുക നമ്മൾ അവരുടെ സമ്പാദ്യ ഇനത്തിൽ ആഴ്ചതോറും കളക്ട് ചെയ്യുകയും ആഴ്ചതോറും ഇത് നമ്മളൊരു നാഷണലിസ്റ്റ് ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഈ അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം 3 മാസം കഴിയുന്ന മുറയ്ക്ക് ഇവരെ ഗ്രേഡ് ചെയ്യും. ഇവരുടെ പ്രവർത്തനം നമ്മൾ വാർഡ് തലത്തിൽ അല്ലെങ്കിൽ അയൽക്കൂട്ട തലത്തിൽ വിലയിരുത്തിക്കൊണ്ട് ഇവരെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്ത് ലിങ്കേജ് വായ്പ ഇവർക്ക് കൊടുക്കുന്നുണ്ട് നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന്. അങ്ങനെ കൊടുക്കുന്ന ലിങ്കേജ് വായ്പയ്ക്ക് നമ്മൾ പിന്നെ സബ്സിഡി ഇവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ 429 അയൽക്കൂട്ടം നല്ല രീതിയിൽ 35 വാർഡിലും പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തിക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ലിങ്കേജ് ലോൺ, അതായത് 55 കോടി പിന്നെ 12 ലക്ഷത്തി സംതിങ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ലിങ്കേജ് ലോൺ തന്നെ. അത് എല്ലാ വാർഡിലും 10 ലക്ഷം 14 ലക്ഷം രൂപ വീതം ഓരോ ഗ്രൂപ്പിനും കിട്ടിയിട്ടുണ്ട്. 21 വർഷമായി അയൽക്കൂട്ടത്തിലൂടെ ജീവിതം കരുപിടിപ്പിച്ച ഈ വീട്ടമ്മയുടെ വാക്കുകൾ പുനലൂർ CDSന്റെ പ്രവർത്തനങ്ങളുടെ ഉത്തമ ഉദാഹരണങ്ങളിൽ ഒന്നാണ്. കുടുംബശ്രീയിൽ 21 വർഷമായി. 21 വർഷം കൊണ്ട് ഞങ്ങൾക്ക് കോഴിക്കുഞ്ഞ്, പശുവിന് ലോണ്, പിന്നെ പൈസ 50 രൂപ, ആഴ്ച 10 രൂപ വെച്ചാൽ ഇടാൻ തുടങ്ങിയത് അന്ന് തുടങ്ങി. പിന്നെ ഇപ്പോഴാണെങ്കിൽ 50 രൂപ ഇടാം. ഇപ്പം കുറച്ച് നാളുകൊണ്ട് 50 രൂപ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിപ്പോൾ എത്ര രൂപ വേണേലും ഇടാം. ഇപ്പോൾ എത്ര രൂപ വേണേലും ഇടാം. നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് നമുക്ക് കൊണ്ടിടാം. പിന്നെ പോയിട്ട് കോഴിയെ തരും. 850 രൂപ ഇത് അടച്ച് കോഴിയും കൂടും കൂടെ 5 കോഴിക്കുഞ്ഞും കൂടും തന്ന് ആടിന് ലോൺ കൊടുക്കുന്നുണ്ട്, പശുവിന് ലോൺ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് 60 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ ലോൺ കിട്ടണമെങ്കിൽ കുടുംബശ്രീ വഴിയേ കിട്ടൂ, ബാങ്കിലെങ്ങും തരത്തില്ല. അതുകൊണ്ട് നമുക്കത് വലിയ ഉപകാരമാണ്. 3 ജനകീയ ഹോട്ടലുകളാണ് പുനലൂരിൽ പ്രവർത്തിക്കുന്നത്. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തുന്ന രോഗികൾക്ക് ഭക്ഷണം നൽകുന്നത് ജനകീയ പ്രവർത്തനങ്ങളുടെ മികച്ച അടയാളപ്പെടുത്തലാണ്. കോവിഡ് സമയത്ത് ഇവിടെ എങ്ങും പുറത്ത് ഒരു കടകൾ പോലും ഇല്ലാത്ത സമയത്ത് ഞാനും എൻ്റെ സഹപ്രവർത്തകരായ ഞങ്ങൾ 4 പേരും, പിന്നെ ഞങ്ങളുടെ കൂടെ ആണുങ്ങളുണ്ട്, അവർ ശമ്പളത്തിന് നിൽക്കുന്നവരാണ്. ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് തന്നെ രാത്രി 9-10 മണി വരെ ആയാലും ചൂടുവെള്ളം ഉൾപ്പെടെ കഞ്ഞി ഉൾപ്പെടെ എല്ലാം കൊടുത്ത് ഐസൊലേഷൻ വാർഡിൽ കിടക്കുന്ന പേഷ്യൻറ്റിനുൾപ്പെടെ അവിടെ ഞങ്ങൾ ഭക്ഷണം കൊണ്ട് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക, സ്ഥിരം വിപണനത്തിന് വേദിയൊരുക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ആരംഭിച്ച ഒന്നാണ് കുടുംബശ്രീ ബസാർ. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക കുടുംബശ്രീ ബസാർ പുനലൂരിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോവിഡ് കാലത്ത് അതിൻ്റെ ഇപ്പോൾ ഞങ്ങൾ തുടങ്ങിയ ഹോം ഷോപ്പിംഗ്, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വീടുകളിൽ എത്തിക്കുക എന്ന ഒരു പ്രോജക്റ്റാണ്. ഇപ്പോൾ കോവിഡ് കാലത്ത് അത് എഫക്റ്റീവായി നടക്കുന്നില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ കോവിഡിനെ മറികടക്കുന്ന കാലത്ത് വലിയ സാധ്യതകൾ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് കുടുംബശ്രീ ഹോം ഷോപ്പ് വഴി സാധിക്കും. നിരവധി സ്ത്രീകൾക്ക് തൊഴിൽ ലഭിക്കുകയും കേരളത്തിന് തന്നെ മാതൃകയായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒന്നാണ് പുനലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനുള്ളിൽ പ്രവർത്തിക്കുന്ന അപ്പാരൽ പാർക്ക്. 50 കുടുംബങ്ങളാണ് ഇന്ന് അതുവഴി ജീവിക്കുന്നത്. 50 സ്ത്രീകൾ അവിടെ തയ്യൽ ജോലി ചെയ്യുന്നു എന്ന് മാത്രമല്ല, കുടുംബശ്രീയുടെ ഒരു അഡ്രസ്സിൽ തന്നെ സംസ്ഥാനത്തുടനീളമുള്ള സർക്കാർ വർക്കുകൾ അപ്പാരൽ പാർക്കിൽ എത്തുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. കഴിഞ്ഞ കോവിഡ് കാലത്തെ സംസ്ഥാനത്തുടനീളം മാസ്കുകൾ തച്ച് നൽകിയത്, അതേപോലെ തന്നെ ഈ ഭക്ഷ്യ കിറ്റുകൾ കൊടുക്കുന്നതിന് വേണ്ടി ഭക്ഷ്യവകുപ്പിന് സഞ്ചി തച്ച് നൽകിയത്, അതെല്ലാം പുനലൂരിൽ നിന്നാണ് എന്നുള്ളത് അഭിമാനകരമായൊരു നേട്ടമാണ്. അതൊരു വലിയ പ്രോജക്റ്റാണ്. സീറോ വേസ്റ്റ് പദ്ധതി എന്ന ആശയത്തിൽ പുനലൂർ പ്ലാച്ചേരിയിൽ പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ യൂണിറ്റിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതും സ്ത്രീകൾ തന്നെയാണ്.
അജൈവ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് നമ്മൾ പുനലൂരിലെ മുഴുവൻ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും അഴുകാത്ത മാലിന്യങ്ങൾ കുടുംബശ്രീ പ്രവർത്തകരിൽ നിന്ന് തിരഞ്ഞെടുത്ത ഗ്രീൻ വോളണ്ടിയർമാരെ ഉപയോഗിച്ച് കളക്ട് ചെയ്യുന്നു. അത് കളക്ട് ചെയ്തിട്ട് ആ വാർഡിൽ തന്നെ ഒരു 5 or 6 കേന്ദ്രങ്ങളിലായിട്ട് ഫസ്റ്റ് ലെവൽ സെഗ്രിഗേഷൻ നടത്തി വെക്കാനുള്ള ഞങ്ങളുടെ ചെറിയ സംവിധാനങ്ങൾ മുനിസിപ്പാലിറ്റി ഒരുക്കിയിട്ടുണ്ട്. ആ ലോക്കൽ കളക്ഷൻ സെൻറ്ററുകൾ എന്നാണ് ഞങ്ങളതിനെ വിളിക്കുന്നത്. ലോക്കൽ കളക്ഷൻ സെൻറ്ററുകളിൽ നിന്ന് ഈ അഴുകാത്ത മാലിന്യങ്ങൾ ഞങ്ങൾ നേരെ പ്ലാച്ചേരിയിലുള്ള റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റി സെൻറ്ററിലേക്ക് എത്തിക്കുന്നു. അവിടെ യഥാർത്ഥത്തിൽ അത്ഭുതകരമായൊരു കാര്യം, അവിടെ 36ഓളം നമ്മുടെ ഗ്രീൻ വോളണ്ടിയർമാർ ഏറ്റവും ഭംഗിയായി അതിൻ്റെ സെക്കൻഡറി ലെവൽ സെഗ്രിഗേഷൻ പൂർത്തിയാക്കി പ്ലാസ്റ്റിക് തന്നെ 13 ഇനമായി തരംതിരിക്കുകയാണ്. അങ്ങനെ ഓരോന്നും അത് അങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യുന്നത് വഴി കൃത്യമായി അന്യ സംസ്ഥാനങ്ങളിലേക്ക് പുതിയ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള അസംസ്കൃത വസ്തുക്കളായിട്ട് കയറ്റിവിടാൻ കഴിയുന്നുണ്ട്. അങ്കണവാടികൾ മുഖേന കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന പ്രോട്ടീൻ ഉൽപ്പന്നമായ അമൃതം ന്യൂട്രിമിക്സ് തയ്യാറാക്കുന്നതും കുടുംബശ്രീ അംഗങ്ങളാണ്. കേരളത്തിലെ 33,000-ഓളം അങ്കണവാടികളിലൂടെ വിതരണം ചെയ്യുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതും ഇവരെ പോലെയുള്ള സ്ത്രീകൾ തന്നെയാണ്. ന്യൂട്രിമിക്സ് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കാലഘട്ടത്തിലല്ല വന്നതെങ്കിലും ഇപ്പോൾ നല്ല രീതിയിൽ അത് പ്രവർത്തിക്കുകയും അതിൻ്റെ വെറൈറ്റി പ്രോഡക്റ്റുകൾ തന്നെ ഉണ്ടാക്കത്തക്ക രീതിയിലേക്ക് ആ ന്യൂട്രിമിക്സുകാർ നേരത്തെ ന്യൂട്രിമിക്സ് മാത്രമായിരുന്നു. ഇപ്പോൾ അതല്ല, അവർ കേക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കാനെ കൊണ്ടുള്ള ജില്ലാ മിഷൻ്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കത്തക്ക രീതിയിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുന്നു. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഉന്നമനത്തിനായി ആരംപുന്നയിൽ പ്രവർത്തിക്കുന്ന ബഡ് സ്കൂളിന്റെ പ്രവർത്തനവും മികവുറ്റതാണ്. അക്വാശ്രീ കുടിവെള്ള പദ്ധതിയും CDSന്റെ പ്രവർത്തനങ്ങളിൽ എടുത്തു പറയേണ്ടതാണ്. അക്വാശ്രീ എന്ന് പറയുന്നത് നമുക്കറിയാം, കുപ്പിവെള്ളം നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അത് 3 വനിതകൾ ചേർന്ന് അത് നല്ല രീതിയിൽ നമുക്ക് 10 ലക്ഷം രൂപയോളം നമുക്ക് അവർക്ക് ലോൺ കൊടുക്കാൻ പറ്റി. അത് നല്ല രീതിയിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിരോധം കൂട്ടായ്മയിലൂടെ എന്ന ആശയം നിർഭയയുടെ ഭാഗമായി നടത്തിയ ക്രൈം മാപ്പിംഗ് കുടുംബശ്രീ അംഗങ്ങളുടെ പങ്കാളിത്തത്തിലൂടെ ജനകീയ ശ്രദ്ധ നേടിയിരുന്നു. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട്. നമ്മുടെ അജണ്ടയെന്ന് പറയുന്നത് തന്നെ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്ക് ഒരു തടയിടുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ ഇടപെടുകയും അതിൽ വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യത്തിലും പീഡനങ്ങൾക്ക് ഇരയായിട്ടുള്ളതുണ്ട്. അതിലും നമ്മൾ കുടുംബശ്രീ ഇടപെട്ട് പാർട്ടി നോക്കാതെ തന്നെ അത് പരിഹരിച്ച് നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കുടുംബശ്രീയുടെ മൈക്രോ ഫിനാൻസ് മേഖലയുടെ പ്രവർത്തനങ്ങളാണ് ഈ സംവിധാനത്തിന്റെ പ്രധാന അടിത്തറകളിൽ മറ്റൊന്ന്. വിവിധ തരത്തിലുള്ള ലിങ്കേജ് ലോണുകൾ, ത്രിഫ്റ്റ്, മാച്ചിങ് ഗ്രാന്റ്, അങ്ങനെ പോകുന്നു കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ. നമ്മുടെ ത്രിതല ഭരണ സംവിധാനത്തിൽ ADSൻ്റെയും CDSൻ്റെയും അതുപോലെ തന്നെ കുടുംബശ്രീയുടെയും ഭരണ സംവിധാനത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അവരുടെ പ്രവർത്തനത്തിൽ വന്നിട്ടുള്ള ശൈലിയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഒക്കെ വളരെ എടുത്തു പറയേണ്ടുന്ന പ്രത്യേകതയാണ്. സ്ത്രീ മുന്നേറ്റത്തിന് വഴികാട്ടിയാകാൻ സംസ്ഥാനത്തിന് ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന പുനലൂർ CDSലെ പ്രകാശം പരത്തുന്ന സ്ത്രീകൾ നവകേരളത്തിന് പുതിയൊരു മുതൽക്കൂട്ടാണ്.